ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സോയാബീൻ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ സോയാബീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം ഞാനൊരു 3 സവോള ചെറുതാക്കി അരിഞ്ഞതാണ്, നീളത്തിൽ തന്നെ അരിഞ്ഞിരിക്കുന്നത്. അതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് സാധാരണ പറയുന്ന പോലെ തന്നെ ഉപ്പും ചേർത്ത് വഴറ്റിയ വേഗം വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് തന്നെ മതി. അതും ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ചപ്പാത്തിക്കും അതുപോലെ പച്ചടിക്ക് അത് ചോറിനൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഒരു പച്ചമുളകും അതുപോലെ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായി വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചാൽ മതി. ഇടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് സോയാബീൻ നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. നിറയെ വെള്ളം ഒഴിച്ച് കഴുകണേ. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കുറച്ച് മാത്രം വലിയ ജീരകം എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വെള്ളം നന്നായി വാർന്നെടുത്തതാവണം കേട്ടോ. നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിരിക്കണം. അത് സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വേഗം മസാല സോയാബീനിലേക്ക് പിടിക്കുകയും ചെയ്യും. അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പെട്ടെന്ന് വറ്റി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അത്യാവശ്യം വേവുണ്ട്, ഇതിൽ വെള്ളം നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട, നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇനി അവസാനമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. പുളിയുള്ള തൈര് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ അളവിൽ മാത്രം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോയാബീൻ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ.